തരൂർ എം പി പുകഴ്ത്തിയ കേരളത്തിന്റെ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറഞ്ഞ KPCC പ്രസിഡന്റ് K സുധാകരൻ MP. കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിന്റെ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായതായി പിണറായി സർക്കാർ അവകാശപ്പെടുന്നതെന്ന് സുധാകരൻ കൂട്ടിച്ചേർത്തു. അതേസമയം തന്റെ ലേഖനത്തിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുവാൻ തയ്യാറാണെന്ന് ശശി തരൂർ MP. ലേഖനത്തിൽ CPMന്റെ പേരോ രാഷ്ട്രീയമോ പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട്. താനെഴുതിയത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണെന്നും ശശി തരൂർ വ്യക്തമാക്കി. കേരളത്തിലെ വ്യവസായ മേഖലയിലെ വളർച്ചയെ പ്രകീർത്തിച്ച ശശി തരൂരിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ പുരോഗതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവായ ശശി തരൂർ ഒരു ലേഖനത്തിലൂടെ അനുമോദിക്കുകയാണ് ചെയ്തത്. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ പുതുപുരോഗതി, കേരളം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ലോകത്ത് തന്നെ മുമ്പിൽ, നിക്ഷേപ സൗഹൃദത്തിൽ കേരളം മുന്നിലെത്തിയെന്നും തരൂർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിനന്ദനം എന്ത് പുകിലാണ് കോൺഗ്രസിൽ ഉണ്ടാക്കിയതെന്നും കോൺഗ്രസ് വസ്തുത മറച്ചു പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന CPIM നേതാവ് KK ശൈലജ MLAയുടെ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച കേസിൽ മുസ്ലിം ലീഗ് നേതാവിന് കോടതി ശിക്ഷ വിധിച്ചു. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. UDF ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TH അസ്ലമിനാണ് കോടതി 15,000 രൂപ പിഴയായി ശിക്ഷ വിധിച്ചത്. മുസ്ലിമുകൾ എല്ലാവരും വർഗീയവാദികളാണെന്ന് ശൈലജ പറയുന്ന വീഡിയോ വ്യാജമായി ചിത്രീകരിച്ചതിനായിരുന്നു കേസ്. ആശാ വർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ വർക്കർമാർക്ക് കൂടുതൽ ഒണേറിയം നൽകുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ്. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടുവൊടിച്ചിടേണ്ടി വരുമെന്ന പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാനാണ് എന്നും കൈക്കൂലി വാങ്ങാതെ ജനങ്ങൾക്ക് സേവനം നൽകുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനാണ് താനും മന്ത്രി ബിന്ദുവും അടക്കമുള്ള ജനപ്രതിനിധികൾ ജാഗ്രത പുലർത്തുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തമിഴ്നാടിനെ ആവശ്യമില്ലാതെ വിമർശിച്ചാൽ അത് തീക്കളിയാകും. കേന്ദ്രത്തിന്റെ സമീപനം ഫെഡറലിസത്തിനെതിരെയെന്ന് TVK പ്രസിഡന്റ് വിജയ്. സംസ്ഥാനത്തിന്റെ ഭാഷാ നയത്തിനെ എതിർക്കുന്നതും പ്രതികാര ബുദ്ധിയിൽ ഫണ്ട് തരാത്തതും ഫാസിസമെന്ന് വിജയ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ തമിഴ് മാസിക വികടന്റെ വെബ്സൈറ്റ് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂഡൽഹി റെയിൽവേ ദുരന്തത്തിന് കാരണമായത് അനൗൺസ്മെന്റിലെ ആശയക്കുഴപ്പമെന്ന് ഡൽഹി പോലീസ്. പ്രഗ്രാജിലേക്ക് പോകുന്ന 2 ട്രെയിനുകളെക്കുറിച്ച് ഒന്നിച്ചുണ്ടായ അനൗൺസ്മെന്റാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ നിൽക്കെ 16-ാം പ്ലാറ്റ്ഫോമിലേക്ക് അടുത്ത ട്രെയിൻ വരുന്നതുമായുള്ള അറിയിപ്പാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയതുമെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമേരിക്കയിൽ നിന്ന് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്നലെയും എത്തിച്ചത് കയ്യിലും കാലിലും വിലങ്ങണിയിച്ചെന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ച് മടങ്ങിയെത്തിയ യുവാവ്. വിമാനത്തിനുള്ളിൽ വിലങ്ങും ചങ്ങലയും ഉണ്ടായിരുന്നുവെന്ന് പഞ്ചാബ് ഹോഷിയാർപൂർ സ്വദേശി ദൽജിത് സിംഗ് ആണ് വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചത്. ഇന്നലെ രാത്രി അമേരിക്കൻ സൈനിക വിമാനത്തിൽ എത്തിച്ച 116 പേരിൽ ഒരാളാണ് ദൽജിത് സിംഗ്. ഇതിനേക്കാൾ അപമാനകരമായി രാജ്യത്തിന് ഒന്നുമില്ല എന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടീം ഇന്ത്യയെ അസ്വസ്ഥമാക്കി സെലക്ഷൻ വിവാദം. ടീം സെലക്ഷൻ സമയത്ത് പരിശീലകൻ ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാറും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നുവെന്ന് റിപ്പോർട്ട്. ഋഷഭ് പന്തിനെ 2ാം വിക്കറ്റ് കീപ്പറായി ഉൾപ്പെടുത്തിയതിനെയും ശ്രേയസ് അയ്യരെ തിരികെ വിളിക്കുന്നതിനെയും ഗംഭീർ എതിർത്തുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു.